അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോളെ നൂറ, നൂറ. ആ ഉമ്മ. മോളെ ഇന്ന ഈ ചായ കൊണ്ടുപോയി കൊടുത്താ ഓൽക്ക്. ഉമ്മ. അതേ മോളെ, ഇത് കൊണ്ടുപോയി കൊടുക്ക്. പണിക്കാരാണെങ്കിലും മനുഷ്യന്മാരെന്നല്ലേ, നമ്മൾ ഓലെ പട്ടിണിക്കിടാൻ പറ്റൂരല്ലോ. ഇന്ന മോളെ ഈ ചായ കൊണ്ടുപോയി കൊടുക്ക്. നല്ല പാല് പാർന്ന് ഏലക്കായും ഇഞ്ചിയും ചേർത്ത് നല്ല രീതിയിൽ പൊടിയിട്ട് തിളപ്പിച്ച ചായ, അസല് ചായ. അത് പണിക്കാർക്കുള്ള ചായ ഉമ്മ ഗ്ലാസ്സുകളിൽ ഒഴിച്ച് ട്രേയിൽ വെച്ച് കൊടുത്തു. ഒരു നിമിഷം അവള് ഉമ്മ. അതേ മോളെ, ഒന്ന് കൊണ്ടേ കൊടുത്താളാ ചെല്ലേ. ഉമ്മക്ക് ഇവിടെ ഓരോ പണിയാണേ. ഏതായാലും ഞമ്മക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ വീട്, അപ്പം നമ്മൾ ഓലെ സന്തോഷിപ്പിക്കണം, അതാ വേണ്ടത്. ഒരു നിമിഷം നൂറയുടെ മനസ്സിൽ അതാ ലഡ്ഡു പൊട്ടി എന്ന് തന്നെ പറയാം. കാര്യം മറ്റൊന്നുമല്ല, വീണ്ടും ഷാഹുലുമായി ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. കാരണം ഷാഹുലിനോട് എന്തൊക്കെയോ പറയാനുണ്ട്, എന്തൊക്കെയോ മനസ്സിനുള്ളിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം തുറന്നു പറയാനുണ്ട്. അതെല്ലാം പറയണം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവളതാ ചായയുമായി അങ്ങോട്ട് ചെല്ലുന്നു. എന്നാൽ പെട്ടെന്ന് അതാ ഒരു പണിക്കാരൻ വന്നു. ഇത്താ, ആ ചായയൊക്കെ ഉണ്ടല്ലേ. ആ, അല്ലെങ്കിലും ചിലയിടത്ത് ചെന്നാൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. വരുമ്പോൾ തന്നെ നല്ല പാല് വാർന്ന നല്ല അസൽ ചായ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ നാസ്ത കിട്ടും, അങ്ങനെയൊക്കെയാണ്. എന്നാൽ അവൾ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ഷാഹുൽ അങ്ങോട്ട് വന്നു. എടാ, പോയി പണിയെടുക്കടാ. അതെ, പെമ്പിള്ളേർ ചായയും കഞ്ഞിയും ചോറൊക്കെ ആയിട്ട് വരും എന്ന് കരുതിയിട്ട് അവളോട് കിന്നിരിക്കാൻ കൂടുതൽ നിൽക്കണ്ട കേട്ടാ. ഇല്ല ബോസേ, ഇല്ല എന്നും പറഞ്ഞ് അവൻ ആ ചായയുടെ ട്രേ വാങ്ങുമ്പോൾ നൂറയോട് പറഞ്ഞു. നൂറ, നീ ഇങ്ങനെ വരണ്ട ഇങ്ങോട്ട്. അത് നീ വരുമ്പോഴേ എനിക്കത് പേടിയാകാണ്. അതായത് ഈ പണിക്കാരൊക്കെ നിന്നെ നോക്കുമെന്നൊക്കെ എനിക്ക് തോന്നുകയാണ്. പിന്നെ ഇക്ക ഉമ്മ തന്ന് വിട്ടതാണ്. ഓ സാരല്ല നൂറ. പിന്നെ നിൻ്റെ മുഖത്ത് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ എനിക്കറിയാം. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊക്കെ നീ പറയുന്നതനുസരിച്ചാണ് എനിക്കറിയാൻ പറ്റുകയുള്ളൂ. നൂറ, എന്തൊക്കെ തന്നെയാലും നാ ഈ നമ്പർ ഇതിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണം. അപ്പോൾ തന്നെ അതാ ഷാഹുൽ അവളുടെ കൈകളിൽ നമ്പർ കൊടുത്തു. അവൾ വിറച്ചു പോയി. റബ്ബേ അല്ലാ, ഇതെങ്ങാനും വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എനിക്കറിയുന്നില്ലല്ലോ അല്ലാ. പഠിച്ചോനെ, അവൾക്ക് പേടി തോന്നി. അവൾ പെട്ടെന്ന് അതാ തിരിച്ചു പോന്നു. അവൾ റൂമിലേക്ക് കയറി. അതെ, ഷാഹുലിൻ്റെ നമ്പർ. ഈ നമ്പർ മാറിയോ? അറിയില്ല, എന്തോ അറിയില്ല. ബാപ്പയുടെ ഫോണിലുണ്ടായിരുന്ന നമ്പർ ഇതില്ലായിരുന്നല്ലോ. അവൾക്ക് ഓരോന്ന് ആശങ്ക തോന്നി. ഭർത്താവിൻ്റെ വീട്ടിലെ അടുക്കളപ്പണിയും കഴിഞ്ഞ് നടുവൊന്ന് നിവർത്താൻ പോലും ഇടമില്ലാതെ ഉമ്മയുടെ മുറിയുടെ ഒരു കോണിലിരിക്കുമ്പോഴാണ് നൂറ തൻ്റെ കയ്യിലെ ആ ചെറിയ കടലാസ് തുണ്ടിലേക്ക് നോക്കിയത്. അതിലെഴുതിയിരിക്കുന്ന ആ 10 നമ്പർ അവളുടെ വിരലുകളെ പോലും വിറപ്പിച്ചു. ഷാഹുൽ, അത് അവളുടെ ആദ്യത്തെ പ്രണയം, ആദ്യത്തെ പ്രാർത്ഥന. ഒരുപാട് എന്തെന്നറിയില്ല മനസ്സിലേക്ക് അങ്ങ് കയറി കൂടി. ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. അത് വലിയൊരു തെറ്റാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ബാപ്പയുടെ വാശിക്കും അന്തസ്സിനും മുന്നിൽ സ്വന്തം സ്വപ്നങ്ങൾ ബലി കൊടുക്കേണ്ടി വന്നപ്പോൾ ദിൽഷാദ് എന്ന മനുഷ്യൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൾ കരുതിയത് എല്ലാം അവസാനിച്ചു എന്നാണ്. പക്ഷേ ദിൽഷാദ് ഒരു ഭർത്താവായിരുന്നില്ല, ഒരു മൃഗമായിരുന്നു. ക്രൂരമായ പെരുമാറ്റം, ബെഡ്റൂമിൽ പോലും കിടത്താത്ത ഒരു വേലക്കാരിയെപ്പോലെ വീടിൻ്റെ മൂലയിലേക്ക് തള്ളി മാറ്റുന്ന ക്രൂരത. ഇതിനിടയിലാണ് തൊട്ടടുത്ത വീടിൻ്റെ പണിക്ക് ഷാഹുലിനെ അവൾ വീണ്ടും കാണുന്നത്. അതവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ആ കാണൽ അവളുടെ തകർന്നടിഞ്ഞ മനസ്സിലേക്ക് വീശിയ ഒരു തണുത്ത കാറ്റായിരുന്നു. ആരും കാണാതെ അവൻ കൈമാറിയ ആ ഫോൺ നമ്പർ ഇപ്പോൾ അവളുടെ കയ്യിലുണ്ട്. അന്ന് പണിക്കാർക്കെല്ലാം ഭക്ഷണമെല്ലാം സിറ്റൗട്ടിലാണ് വെച്ച് കൊടുത്തത്. അത് അവരുടെ തറവാടിൻ്റെ സിറ്റൗട്ടിൽ. ആ സിറ്റൗട്ടിൽ അവളും ഉമ്മയും കൂടി ഭക്ഷണവും നല്ല ചോറും കറിയും ഉപ്പേരിയും പപ്പടവും മീനും അച്ചാറും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി വെച്ച് കൊടുത്തു. മോളെ, പണിക്കാരോടൊന്ന് ചോറുന്നാൻ വരാൻ പറയാം മോളെ. ഉമ്മ തിരക്കാണ് ഉമ്മക്ക്. എന്നാൽ അപ്പോഴും നൂറക്ക് തന്നെയായിരുന്നു അതിൻ്റെ ചാൻസ്. ഒരു നിമിഷം നൂറ, അതെ ചോറ് വെച്ചിട്ടുണ്ട്, അവൾ പോയി വിളിച്ചു. എന്നാൽ അതാ നമ്മുടെ ഷാഹുലിന് ഭയമായിരുന്നു.
കാരണം അവളുടെ കാര്യത്തിൽ അവൾ അലക്കുന്നത് കാണുമ്പോൾ, അവൾ മുറ്റമടിക്കുന്നത് കാണുമ്പോൾ, പാത്രം കഴുകുന്നത് കാണുമ്പോൾ അവൻ്റെ നെഞ്ച് പൊട്ടിപ്പോകും. മോളെ, നിനക്ക് ഇത്രയധികം കഷ്ടപ്പാടുണ്ടോ? നീ ഇവിടെ വേലക്കാരിയെ പോലെയാണല്ലോ കഴിയുന്നത് മോളെ. എന്നാൽ ഷാഹുലിനെ വീണ്ടും കണ്ടത് ആ കാണൽ അവളുടെ തകർന്നടിഞ്ഞ മനസ്സിലേക്ക് വീശിയ ഒരു തണുത്ത കാറ്റായിരുന്നു. ആരും കാണാതെ അവൻ കൊടുത്ത ആ നമ്പർ ഒന്ന് സേവ് ചെയ്യണം. ഇനി ഉമ്മ എങ്ങാനും ചോദിച്ചാലോ പഠിച്ചോനെ. എന്നാൽ അന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് പണിക്കാർ പോയി. വൈകുന്നേരത്തെ ചായയും നല്ല കട്ടൻ ചായയും നല്ല എരിവുള്ള മിച്ചറുമായിരുന്നു വൈകുന്നേരം ഉമ്മ കൊടുത്തിരുന്നത്. എല്ലാം കഴിഞ്ഞ് പണിക്കാരെല്ലാം പോയി. പോകുമ്പോൾ ഒരിക്കൽ കൂടി അതാ ഷാഹുൽ നൂറയെ തിരിഞ്ഞു നോക്കി. പഠിച്ചോനെ, എന്തെങ്കിലുമൊക്കെ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാവം എൻ്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവൻ നോക്കിയും കണ്ടും തന്നെയാണ് എല്ലാം നിന്നത്. കാരണം അവൻക്കറിയാമായിരുന്നു നമ്മൾ ക്ഷമയില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടാൻ പാടില്ല. പക്ഷെ കാര്യമായിട്ട് അറിയേണ്ടത് അവളുടെ ജീവിതമാണ്. എനിക്ക് അവളുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നുള്ളത്. എന്നാൽ അത്ര സമയമായിട്ടും ഭർത്താവ് എത്തിയിട്ടില്ല. എന്നാൽ അതാ രാത്രിയായി. ഏകദേശം 10 മണിയായപ്പോൾ ഭർത്താവ് വന്നു. അവൻ ഫുഡ് കഴിച്ച് നേരെ മുകളിലത്തെ റൂമിലേക്ക് പോയി. വരുമ്പോൾ തന്നെ ഫോണിലാണ് വരുന്നത്, സംസാരിച്ചുകൊണ്ട്. അവളെ ഒന്ന് നോക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്തില്ല. അതെ, അവളവിടെ വേലക്കാരിയല്ലേ, വേലക്കാരിയുടെ റോളിലാണല്ലോ അവൾ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനൊരു പുച്ഛഭാവത്തോടു കൂടി ചിരിയും കളിയും വർത്താനവുമായിട്ട് അവൻ മുകളിലത്തെ റൂമിലേക്ക് ചെന്നു. പാവൻ നൂറ. എന്നെങ്കിലും തൻ്റെ ഭർത്താവ് തന്നോട് നല്ലൊരു വാക്ക് മിണ്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇല്ല. അന്നും രാത്രി അതാ ഉമ്മയുടെ റൂമിൽ അവൾ ആ നിലത്ത് പായയിട്ട് കിടന്നു. അവൾക്ക് ഉറക്കമേ വരുന്നില്ല. ആ നമ്പർ, അതെ, അതൊന്ന് സേവ് ചെയ്യണം. പക്ഷെ ഫോൺ എടുക്കാൻ തന്നെ ഭയമാണ്. രാത്രി 12 മണി കഴിഞ്ഞു. ഉമ്മ നല്ല ഉറക്കത്തിലാണ്. ശ്വാസമെടുക്കാൻ പോലും ഭയന്ന് പുതപ്പിനുള്ളിലേക്ക് തല പൂഴ്ത്തി നൂറ തൻ്റെ പഴയ ആ ഫോൺ ഓൺ ചെയ്തു. വിറക്കുന്ന വിരലുകളോടെ അവൾ ആ നമ്പർ സേവ് ചെയ്തു. വാട്സപ്പിൽ അവൻ്റെ പ്രൊഫൈൽ ചിത്രം തെളിഞ്ഞു വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതേ ചിരി, അതേ കാന്തികത. അവൾ ടൈപ്പ് ചെയ്തു, ഷാഹുൽ, ഞാൻ നൂറയാണ്. ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞില്ല, മറുപടി വന്നു. എനിക്കറിയാം നൂറു, നീ മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. നീ സുഖമായിരിക്കുന്നോ? സുഖമാണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവളുടെ കണ്ണുനീർ ഫോൺ സ്ക്രീനിലേക്ക് ഉറ്റി വീണു. അവൾ തൻ്റെ ജീവിതത്തിലെ നരകയാതനകൾ ഓരോന്നായി അവനോട് പറയുവാൻ വേണ്ടി നിന്നു. പക്ഷേ അവൾ അതെല്ലാം മറച്ചു വെച്ചു. നിന്റെ ഭർത്താവ് എവിടെ? ഒരു നിമിഷം അവൾ പറഞ്ഞു, അദ്ദേഹം... ഓ, നിങ്ങൾ ഒരുമിച്ചല്ലേ ഇപ്പോഴും കിടത്തം? ഞാൻ ഉമ്മയുടെ റൂമിലാണ്. ശരിക്കും അത് കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം വിവാഹം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഭാര്യയെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ കിടത്തണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. പക്ഷേ പാവം ഈ പെണ്ണിനെന്താ ഇങ്ങനത്തെ ഒരു അവസ്ഥ? എന്നാൽ അവൻ ഒരു നിമിഷം ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ മറുതലക്കൽ ഷാഹുലിൻ്റെ നെഞ്ച് പൊട്ടുകയായിരുന്നു. അവൻ എഴുതി, നിന്നെ ഈ കോലത്തിൽ കാണാനല്ല ഞാൻ ജീവിച്ചത് നൂറു. അന്ന് നിൻ്റെ ബാപ്പ എന്നെ ആട്ടി ഓടിച്ചപ്പോൾ നീ മറ്റൊരുത്തൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിനാണ് അവർ നിന്നെ എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങിയതല്ലേ? സാരമില്ല, ഇനി ഞാൻ കൂടെയുണ്ട്. ആ വാക്കുകൾ നൂറക്ക് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. മാസങ്ങൾക്ക് ശേഷം അവൾ സമാധാനത്തോടെ കണ്ണുകൾ അടച്ചു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ദിൽഷാദ് ജോലിക്ക് പോയിട്ടില്ല. അതെ, അവൻ അവിടെ തന്നെയുണ്ട്, പണിക്കാരുടെ ഇടയിലും മറ്റുമായിട്ട്. നേരത്തെ തന്നെ പണിക്കാരെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നൂറക്ക് ഭയമായി. മോളെ നൂറ, ഈ ചായ ഒന്ന് കൊണ്ടുപോയി മോളെ, ഉമ്മ വിളിച്ചു. എന്നാൽ അവൾക്ക് ഭയമായിരുന്നു. കാരണം അവിടെ ദിൽഷാദുണ്ട്. എടി, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓൻ പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല. ഇന്ന് മോളിത് കൊണ്ടുപോയി കൊടുത്താളാ, അതിനിപ്പോൾ എന്താ? ഉമ്മ തന്നെ ചായ അവളുടെ കൈകളിൽ കൊടുത്തു. പെട്ടെന്ന് ദിൽഷാദ് അത് കണ്ടു. എങ്ങോട്ടാടി? എങ്ങോട്ടാ? 4 ചെക്കന്മാരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് മാറിയല്ലേ? എന്താ അവളുടെ ഒരു ഉഷാറ്, പോക്ക് കണ്ടില്ലേ? ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ചായ അവൻ വാങ്ങി. ആ നിമിഷം കൊണ്ട് അവൻ ആ ചായ ഗ്ലാസ് മുഴുവനായി ട്രേ അടക്കം നിലത്തേക്ക് എറിഞ്ഞു. ശബ്ദം കേട്ട് പണിക്കാരെല്ലാം നോക്കി. അത് ഇവളുടെ കയ്യിൽ നിന്ന്. എന്നാൽ ഉമ്മയും, എന്താടാ അവിടെ? പഠിച്ചോനെ, ആ ചായ ഗ്ലാസ് മുഴുവൻ എന്തിനാ ഉമ്മ ഈ പെണ്ണിൻ്റെ അടുത്ത് നിങ്ങളത് കൊടുത്തു? ഓളൊക്കെ പൊട്ടിച്ചില്ലേ? ശരിക്കും നൂറ ഞെട്ടിപ്പോയി. ഞാനോ?
നിങ്ങൾ മിണ്ടിപ്പോവരുത്, കൊല്ലും ഞാൻ. ഓളിങ്ങനെ ചായയുമായി വരിക ആ ചെക്കന്മാരെ മുമ്പിലേക്ക്. അല്ലെങ്കിലും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ടേ. എന്താടി അനക്കവിടെ അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ചായ കൊണ്ടുകൊടുക്കുന്ന പണി എനിക്ക്. ശരിക്കും നൂറയുടെ നേർക്ക് അതാ അവൻ കയ്യൊങ്ങുന്നു. ഒരു നിമിഷം അതാ ഷാഹുൽ ഇത് കാണുന്നു. അവന് കൈകാലുകൾ വിറച്ചു, അവൻ്റെ കൈ തരിച്ചു. അത് തൻ്റെ നൂറയെ അവൻ ബലമായി അകത്തേക്ക് തള്ളിക്കൊണ്ടു പോകുന്നു. തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. കയറി പോടി അകത്ത് എന്ന് പറഞ്ഞ്. എന്നാൽ അത് ഷാഹുലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദിൽഷാദ് അവളെ തല്ലുന്നത്, എന്നാൽ ഉമ്മ പറയുന്നത് എന്താടാ, എന്താ എനിക്ക് അവൾ ആ ചായ ഗ്ലാസ് മുഴുവനായിട്ട് അങ്ങ് തട്ടിയെറിഞ്ഞു. അതന്നെ എന്നോടുള്ള ദേഷ്യത്തിന്. അവൾക്ക് അവരാണല്ലോ വലുത്. എൻ്റെ പൊന്നാരൻ്റെ ചെക്ക, ഇജി ഇടങ്ങാറാക്കല്ല മനുഷ്യനെ. ആ പെൺകുട്ടി എന്ത് ചെയ്തിട്ടാ? ആ പെൺകുട്ടി എന്ത് കാട്ടിയിട്ടാ ഈ ഓളെ ഉപദ്രവിക്കണത്? ഈ ഓളെ തൊട്ട് പോരുത് കേട്ടോ, തല്ലിക്കൊല്ലും ഞാൻ രണ്ടെണ്ണത്തിന്. ഓർത്തോ. ഓല് പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കലും ചായ ഉണ്ടാക്കി കൊടുക്കലും വെള്ളം ഉണ്ടാക്കി കൊടുക്കലും എന്താ ഉമ്മയും മരുവോളും കൂടി. ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഈ അസത്ത് ഇവിടെ വേണ്ടാന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അടുക്കളക്കാരിയാക്കണം, അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലടാ. നീ തന്നെയല്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ വീട് പണി എടുപ്പിക്കുക എന്നെക്കൊണ്ടാവില്ല. പിന്നെ അങ്ങനെ എത്ര ദിവസമായി അത് വാർപ്പും കഴിഞ്ഞ് നിൽക്കണത്. പിന്നെ ഇപ്പം എന്താ ചെയ്യുക, ഞങ്ങൾ ഇറങ്ങല്ലാതെ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഞാൻ ലീവ് എടുത്ത് നിന്ന് നന്നായി. ഓള് ചായയുമായി അങ്ങോട്ട് നേരിട്ട് പോകുക എന്താന്നില്ലേ. എടാ നീ ചെയ്തത് പറ്റും മോശമാണ്. എന്ത് കരുതിയിട്ടാണ് ആ പെണ്ണിനെ ഇടങ്ങാറാക്കണത്? എൻ്റെ ഒരു ദിവസം പോലും എൻ്റെ അടുത്ത് ശരിക്ക് ഓള് നിൽക്കണില്ല. അവിടുന്ന് നീ പുറത്താക്കി. നീ നിക്കാഹ് വെച്ച പെണ്ണല്ലോ ഒന്നുമില്ലെങ്കിൽ എന്താ ഇപ്പം എൻ്റെ ഒക്കെ ഒരു അവസ്ഥ? നിനക്ക് എന്തിൻ്റെ കേടാണ്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ പെൺകുട്ടികളോട്? എന്നാൽ നൂറയെ അവൻ തല്ലുകയായിരുന്നു. ഡീ കൊന്നു കളയും നിന്നെ ഞാൻ. നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ, ഇറങ്ങി പോകാൻ പറഞ്ഞില്ല. ഉളുപ്പില്ലാതെ വീണ്ടും വന്ന് കയറിയിരിക്കുന്നു നാശം പിടിച്ചവൾ. എന്നാൽ അതാ ശരിക്കും ഷാഹുലിനെ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നു. വീടിനകത്തു നിന്നും എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളും കരച്ചിലും. ഉമ്മ പിടിച്ചു വെക്കുന്നു. എടാ ഓളെ വിട്, ഈ എന്ത് കരുതിയിട്ട് ഓളെ തല്ലി ചതക്കണത്? അത് ചായ ഞാനാണ് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത്. അവളെ അത് എതിർത്തതാണ് ഉമ്മ പൊയ്ക്കോളി പറഞ്ഞാണ്. പക്ഷെ അതിനെന്താ, ഒരു ചായ രണ്ട് ആൺകുട്ടിയെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇത്ര വലിയ തെറ്റുള്ള കാര്യമാണ്? ഉമ്മ ശരിക്കും അതാ അവനെ ചീത്ത പറയുന്നു. രണ്ടിനും കൂടി ഞാനുണ്ടല്ലോ. എന്നാൽ അപ്പോഴേക്കും അതിനിടയിലേക്ക് ഫൗസിയ കടന്നു വന്നു. എന്താ ഇവിടെ പ്രശ്നം? എടീ എൻ്റെ നാത്തൂനെന്ന് പറഞ്ഞ അസത്തുണ്ടല്ലോ, പെണ്ണ് ലോക മോശക്കാരിയാണ്. അറിയായിട്ടില്ല. ഓള് പണിക്കാരെ കണ്ടപ്പോൾ ഓളെ സ്വഭാവം മാറി. എന്താണ് ഓളെ മൊഞ്ചും ചേലും കാട്ടി ഓളോണ്ട് പോകണത്? അടിച്ച് പൊട്ടിച്ച് ഞാൻ അതിനെ കൊടുക്കണം, നല്ലോണം കൊടുക്ക്. എപ്പോഴും ഉമ്മ സപ്പോർട്ടാണ്. ദിൽഷാദെ നല്ലോണം കൊടുത്തോണ്ടി. അതാണ് നിലക്ക് നിർത്തണം. ഇവിടെ വേലക്ക് നിൽക്കണമെങ്കിൽ മട്ടത്തിൽ നിന്നാൽ മതി. അല്ല ഇമ്മ എന്തിനു പണിക്കാർക്ക് ചായയും വെള്ളമൊക്കെ ഓളെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത്? എന്നിട്ട് പിള്ള ഗ്ലാസും പൊട്ടിച്ചെന്ന് പറഞ്ഞ ആകെപ്പാടെ. എന്നാൽ പെട്ടെന്ന് അവൾ പറഞ്ഞു, ഇല്ല ഞാനല്ല, ഗ്ലാസ്സൊന്നും പൊട്ടിച്ചതും ചായ മറിച്ചതും ഞാനല്ല. എന്താടി പിന്നെ ആരാടി, നിന്റെ തന്തയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അതാ വീണ്ടും ദിൽഷാദ് അവളുടെ നേരേക്ക് തിരിയുന്നു. ഒന്ന് പോടാ അവിടുന്ന്, എന്തിനാ ആ കുട്ടീനെ ഉപദ്രവിക്കണേ? ഉമ്മ നിങ്ങളിങ്ങനെ തലയിൽ വെച്ച് നടന്നോളേ. ഓളിവിടെ വേറെ പരിപാടിക്കണേ നിങ്ങൾക്കറിയില്ല. എന്താടി ഓള് ചെയ്തത്? അറ്റങ്ങൾക്ക് തുള്ളി വെള്ളം കൊണ്ടേ കൊടുക്കുന്ന വലിയ തെറ്റാണോ? അതെൻ്റെ ആങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടുണ്ട്. എൻ്റെ ആങ്ങൾക്ക് അസൂയും കുശുമ്പുമാണ്. അതെ, വേറുള്ളവരോട് ഓളോട് മിണ്ടണേ പറ്റൂല. ഓൾക്ക് നല്ല സമാധാനത്തിൽ നിൽക്കണേ പറ്റില്ല. ഓളങ്ങനെ നിരകിപ്പിക്കണം ഇവിടെ ഇട്ടുകാണ്ട്. എന്നാൽ എൻ്റെ ആങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. ഉമ്മ നല്ല രീതിയിൽ തന്നെ ഫൗസിയാനോടും പറഞ്ഞു, ഉമ്മ കുറേ തലയിലൊന്നും വെക്കണ്ട ഉമ്മ, അതിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും. പിന്നെ നിങ്ങൾ പറയുന്ന പോലെയല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിക്കോട്ടേക്ക് ഉണ്ടരും. അല്ലെങ്കിൽ ഇപ്പം എന്താ, സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം അവൾക്ക് കിട്ടണില്ലല്ലോ. ശരിക്കും അത് കേട്ടപ്പോൾ ഫൗസിയ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ആളെ തിരക്കിടില്ലല്ലോ, മരുമകൾ എന്ത് ചെയ്താലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പോഴേക്കും അവൾ, എന്താണ് ഇവൾ ചെയ്തത്? മനുഷ്യന്മാർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കുന്ന അത്ര വലിയ തെറ്റുള്ള കാര്യമാണോ? എല്ലാവരും പണിക്കാരും മനുഷ്യന്മാർ തന്നെയാണേ. ഇവിടെ ഏതായാലും ചായയും കടിയും ഒക്കെ ഉണ്ടാക്കും, ഞാൻ കൊടുക്കും, ഞാൻ ചിലവിന് കൊടുക്കാമെന്ന് പറഞ്ഞു തന്നെയാണ്. എന്തിനാ വെറുതെ കറാറ കൊടുത്തുകൊണ്ട് അറ്റങ്ങൾ അവിടെയും ഇവിടെയും പോയിക്കാണ്ട് ഫുഡ് കഴിക്കണേ? ഇവിടെ ഏതായാലും ഉണ്ടാക്കൂല, ഞാൻ കൊടുക്കും. നിങ്ങൾക്ക് എന്താ ഇതിന് രണ്ടാളും ഇവിടുന്ന്, ഇത് നിങ്ങൾ പൈസ കൊണ്ട് ഉണ്ടാക്കുന്ന വീടല്ല, മനസ്സിലായിക്കോളി.
അതെ എൻ്റെ മുതൽ വിറ്റിട്ട് കിട്ടിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് കണ്ടിൽ ചതിലൊടിച്ചൊരു ഭാഗം പൊളിഞ്ഞാടാനേക്കണ്. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ചിന്തയും കാര്യമൊന്നുമില്ല. വലിയൊരു പേരൊക്കെ തന്നെയാണ്. എന്നാലോ എനിക്ക് എൻ്റെ മുതൽമെന്ന് കിട്ടിയ എൻ്റെ ബാപ്പാൻ്റെ സ്വത്ത് വിറ്റ് കിട്ടിയ ആ ഒരു വീടാണത്. മനസ്സിലായിക്കോളി. ആ വീടാണ് ഞാൻ നന്നാക്കിപ്പിച്ചത്. ഈ മരുമകൾ എന്ന് വെച്ചാൽ എൻ്റെ മരുമകളാണ്. ഓൻ്റെ പെണ്ണുങ്ങളെല്ലാം ഓൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരാളെ വേണ്ട, എന്നാൽ എനിക്കോളെ വേണം. ഓൾ ഇവിടെ നിന്നോട്ടെ. എനിക്ക് വല്ലാത്ത ആശ്വാസം തന്നെയാണ്. എൻ്റെ ഇതേപോലെ ഫൗസിയ വെറുതെ തിന്ന് മുടിച്ച് ഇരിക്കാനല്ല ഓൾ കൊണ്ട് വരുന്നത്. ഓള് നല്ലോണം ഇവിടെ പണിയെടുക്കുന്നുണ്ട്. എല്ലാ പണിയും ഓള് ചെയ്യുന്നുണ്ട്. എന്നെ പോലെ അയക്കില്ല ഉമ്മ, ഞാൻ ചെയ്തോളാം. എന്നാലും എനിക്ക് വെച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. ബാക്കി പണിയൊക്കെ ആ പെണ്ണെടുക്കും. ഞാൻ കുറേ പറയും മോളെ മതി നിർത്തിക്കാളാം. പക്ഷേ ഇപ്പം ഈ പേരൻ്റെ വെടുപ്പും വൃത്തിയും നോക്കാം. നിങ്ങളാണെങ്കിലോ എങ്ങനെ ഉണ്ടായിരുന്നോ? നിങ്ങളൊക്കെ തിന്നാ കെടുക്കുക തന്നെ. രണ്ടാളും കണക്ക് തന്നെ. ഡ്രസ്സൊക്കെ ഉണ്ട് വലിച്ച് വാരിട്ട് വരും ഓന് തിരുമ്പാളൊക്കെ കണ്ട് ഓളെ മുഖത്ത് കൈകാരം വരിക. പാവ അത് തിരുമ്പി നന്നാക്കി ഇസ്തിരിട്ട് അവിടെ റൂമിൽ മടക്കി കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് അവിടെ പോയി എടുക്കും വേണം. തീരെ ഒരു ബോധമില്ല. ഞാൻ ഇപ്പം എന്താ കാട്ടുക? ഒരു പെണ്ണിനിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കാൻ പാടോ? നിങ്ങൾ രണ്ടാളും ഓളെ നേരക്ക് തിരിയണ്ട. ഓളെ കാര്യം ഞാൻ നോയിക്കൊണ്ട്. ഉമ്മ ശരിക്കും അതാ രണ്ടുപേരോടും പറഞ്ഞു. ദിൽഷാദും ഫൗസിയും മുഖത്തോട് മുഖം നോക്കി. ഉമ്മക്ക് വട്ടാണ്, ഉമ്മക്ക് ഭ്രാന്താണ്, വേറൊന്നുമല്ല. അതന്നെ ആയിക്കോട്ടെ, ഭ്രാന്ത് തന്നെയാണ്. എന്താ വേണ്ടിയത്? എന്നാൽ ഇതെല്ലാം കേട്ട് അവൾ പേടിച്ചിരിക്കുകയായിരുന്നു. റബ്ബേ, ആകെ പ്രശ്നമായോ? ഈ ദിൽഷാദ് ഇവിടെ ഉള്ളതാണെന്ന് പ്രശ്നമായത്. അയാളാണെന്ന് ഇപ്പോൾ കണ്ടത്. ചായ കൊണ്ടുപോയി കൊടുക്കുന്നത് പറ്റിയില്ല. ഒരു സൈസ് സംശയരോഗി. അതെ, വേറൊന്നുമല്ല. എന്നാൽ അവൾക്ക് എല്ലാം ഷാഹുലിനോടൊന്ന് തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷേ ഫോൺ എടുക്കാൻ അവൾക്ക് ഭയം തോന്നി. ഒരു പക്ഷേ അവനെങ്ങാനും പിടിച്ചു വാങ്ങി അതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം പറയണം തുറന്ന് എന്നവൾ തീരുമാനിക്കുകയാണ്. ഇനി ഒരിക്കൽ പോലും ദിൽഷാദിൻ്റെ ഭാര്യയായി ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഉമ്മ പാവാണ്, ഉമ്മയുടെ അടുത്ത് നിൽക്കാം. പക്ഷേ അയാളുടെ ആ ഒരു ഉപദ്രവം സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ, അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.